ട്രോളിംഗ് നിരോധനം ഈ മാസം 31-ന് അവസാനിക്കും. അവസാനഘട്ട മിനുക്കുപണികളിൽ മത്സ്യബന്ധന ബോട്ടുകൾ. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിനൊടുവിലാണ് മറ്റൊരു ചാകരക്കാലം തേടി മത്സ്യബന്ധന ബോട്ടുകൾ ഈ മാസം 31-ന് അർദ്ധരാത്രിയോടെ കടലിലേക്ക് ഇറങ്ങുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി നേരത്തെ എടുത്ത കടം പോലും തിരിച്ചടക്കാനായില്ലെങ്കിലും സ്വർണം പണയപ്പെടുത്തിയും വലിയ തുക ലോണെടുത്തുമാണ് കടലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ബോട്ടുകൾ പെയിന്റ് അടിച്ചും ചെറിയ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയും ബോട്ടുകളുടെ കേടുപാടുകൾ തീർക്കുന്ന തിരക്കിലാണ് ബോട്ടുടമകൾ. ഡീസലിന് ദിനംപ്രതി ഉണ്ടാകുന്ന വിലവർധനവിന് ആശ്വാസമായി സർക്കാർ സബ്സിഡി അനുവദിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കരയിൽ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളുടെ എഞ്ചിന്റെ പ്രവർത്തനക്ഷമത പരിശോധനയും ബോട്ടിലേക്ക് ആവശ്യമായ വലകളും മറ്റു ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്ന പ്രവർത്തനങ്ങളുമായി തൊഴിലാളികൾ സജീവമായി. പൊന്നാനി ഹാർബറിൽ നിരവധി ബോട്ടുകളാണ് അവസാനഘട്ട മിനുക്കുപണികളിൽ ഏർപ്പെട്ടത്. മത്സ്യബന്ധന മേഖലയിലെ പ്രതിസന്ധിയെ തുടർന്ന് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നാമമാത്രമായാണ് നടന്നത്. മത്സ്യങ്ങളുടെ പ്രജനനകാലവും പൂർത്തിയാവുന്നതോടെ തീരക്കടലിൽ ഉൾപ്പെടെ മത്സ്യങ്ങൾ ധാരാളം ഉണ്ടാവുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ആഴക്കടൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന ബോട്ടുകളുടെ കേടുപാടുകൾ മാത്രമാണ് ഇപ്പോൾ തീർക്കുന്നത്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.